ഒരു ന്യൂ കമ്മറിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമുള്ളൊരു പ്രോജക്റ്റായിരുന്നു പാഥേയം. കാരണം അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഭരതൻ അങ്കിളാണ് അതിൻ്റെ ഡയറക്ടർ. ഭരത് ഗോപി അങ്കിളും ഭാവചിത്ര ജയകുമാർ അങ്കിളും കൂടെ ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ലോഹിത സാറിൻ്റെ ആണ് രചന. മമ്മൂക്ക അഭിനയിക്കണു, പിന്നെ മധു അമ്പാട്ട് ക്യാമറ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ്, അന്നത്തെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റിൽ ഇതൊന്നും അറിയാതെ, കാരണം ഞാൻ ഒരുപാട് സിനിമകൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഞാൻ ഇതിലാണ് വന്നത്, അല്ലെങ്കിൽ ഇത്രയും വലിയ ആളുകളുടെ കൂടെയാണ് ഞാൻ ആദ്യത്തെ മൂവി ചെയ്തതെന്നുള്ളൊരു ബോധം എനിക്ക് വരാൻ തന്നെ ഒരുപാട് വർഷങ്ങളെടുത്തു. പക്ഷെ അതിലെന്ന് പറഞ്ഞാൽ അങ്കിള് ശരിക്കും എന്നെ നേരിട്ട് കണ്ട അന്ന് തന്നെ, അങ്കിൾ എൻ്റെ ഫോട്ടോസേ കണ്ടിരുന്നുള്ളൂ അന്ന് പാഥേയത്തിന് വന്നപ്പോൾ. എൻ്റെ ഫോട്ടോസ് കണ്ടു, എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ അങ്കിളുടെ വീട്ടിൽ പോയി. അപ്പോൾ അന്ന് അവിടെ സംസാരിച്ചു. എന്നിട്ട് എന്നോട് പടത്തിൻ്റെ ഡേറ്റാണ് പറഞ്ഞത്. നമ്മൾ കൊടൈക്കനാലിൽ ഷൂട്ടിംഗ് ആണ്, അപ്പോൾ ഇന്ന ദിവസമാണ് അവർ കോണ്ടാക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. കൊടൈക്കനാലിൽ വെച്ചിട്ടാണ് അങ്കിൾ എന്നോട് സിനിമയുടെ കഥ പറഞ്ഞതും ഇതാണ് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു തന്നതും ഒക്കെ. മറ്റേത് നീ അങ്ങ് വന്നേക്കൂ എന്ന് പറയായിരുന്നു, നീ കൊടൈക്കനാലിൽ ഷൂട്ടിങ് അവർ നിന്നെ വിളിക്കും, അപ്പോൾ അങ്ങ് വന്നേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ശരി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒട്ടും ഒരു ടെൻഷനില്ലാതെ, അതായത് ഞാൻ ഷോട്ട് എടുക്കാമെന്ന് പോലും എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. കാരണം എന്നോട് നടന്ന് വരാൻ പറയും, അപ്പോൾ അത് ഷോട്ടാവും. എൻ്റെ ഫസ്റ്റ് ഷോട്ട് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മമ്മൂക്ക എന്നെ കാണാൻ ഹോസ്റ്റലിൽ വരുമ്പോൾ ഞാൻ നടന്ന് വരുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ അത് അങ്കിളൊന്നും പറഞ്ഞില്ല. ആദ്യത്തെ ദിവസം 2-3 ദിവസം ഞാൻ ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് കാണും, എല്ലാവരുമായിട്ട് പരിചയമായി. അപ്പോൾ ഒരു ദിവസം മേക്കപ്പ് മാൻ മണിച്ചേട്ടനോട് പറഞ്ഞു അവളെ റെഡിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മണിച്ചേട്ടൻ എനിക്ക് നല്ല മേക്കപ്പൊക്കെ ഇട്ട് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ നല്ല പോണിറ്റെയിലൊക്കെ കെട്ടി, കാരണം ആ ഒരു ഏജും ആണല്ലോ, അങ്ങനെ കെട്ടി ഒക്കെ വന്നു. അപ്പോൾ ഷോട്ട് എടുക്കാൻ പോകും. അപ്പോൾ എല്ലാവരും വന്നിട്ട് എടുക്കാൻ പോവാണ്, തുടങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നു. അപ്പോൾ അങ്കിൾ അവിടെ ചേറിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി, എന്നിട്ട് മണി എന്ന് വിളിച്ചു. അപ്പോൾ മണിച്ചേട്ടൻ ഓടി വന്നു, നീ എന്താ അവളുടെ മുഖത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്, എല്ലാം തുടക്കിയെന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ ഫുൾ ക്രീം ഇട്ട് കംപ്ലീറ്റ് മേക്കപ്പ് മാറ്റി, അവളുടെ മുടി അഴിച്ചിട്ട്, അവളെപ്പോഴും ഇടുന്ന പോലെ അഴിച്ചിട്ടേ എന്ന് പറഞ്ഞു. അഴിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു നീ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരണം എന്ന്. ഞാൻ പറഞ്ഞു ശരി. അവിടെ നിന്ന് ചെന്നു, നടന്നു വന്നു. അപ്പോൾ എല്ലാവരും നോക്കി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും കൂടെ, അപ്പോൾ അത് റിഹേഴ്സലായിരുന്നു, അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അത്. അപ്പോൾ ഒന്നും കൂടെ പോയിട്ട് ഒന്നും കൂടെ നടന്നു വന്നേന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ പോയിട്ട് ഒന്നും കൂടെ നടന്നു വന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായത് ഷോട്ടായിരുന്നു എന്ന്. കാരണം ആ സിനിമയിൽ എനിക്കൊന്ന് ആ ഒരു ഷോട്ടിൽ വേണ്ടത് ആ ഒരു പരിഭ്രമമായിട്ട് നടന്നു വരുന്നതായിരുന്നു. കാരണം ഇത്രയും വലിയൊരു എഴുത്തുകാരൻ കാണാൻ വരുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ നടന്നു വരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും പറഞ്ഞു തന്നില്ല വെറുതെ, കാരണം എൻ്റെ ഒരു ടെൻഷനും എല്ലാം അങ്കിളിനെ അറിയാവുന്നതുകൊണ്ടായിരിക്കും അത്ര സ്മൂത്തായിട്ടാണ് ആ സിനിമ ചെയ്തത്. ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് പറയുമോ, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞെങ്കിൽ എനിക്കറിയില്ല ഞാൻ പിന്നെ സിനിമയിൽ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. അത്രയും ടെൻഷനായിരുന്നിരിക്കും. പക്ഷെ അത്ര സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓരോന്നും നമുക്ക് അറിയാത്ത രൂപത്തിൽ, അതായത് മമ്മൂക്ക ഇങ്ങനെ പറയും, അപ്പം നീ ഇങ്ങനെ നോക്കണം, അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള, അതായത് ആ ഒരു റിയാക്ഷൻസ് പോലും അങ്കിൾ അത്ര സോഫ്റ്റായിട്ടാണ് പറഞ്ഞു തന്നെ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെയാണോ, ഇതാണോ ഞാൻ അഭിനയിച്ചത്. കാരണം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എനിക്ക് ഒരുപാട് സിനിമകൾ കിട്ടുന്നു. ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ കഥാപാത്രത്തിനെക്കുറിച്ചും ഞാൻ അഭിനയിച്ചതിനെക്കുറിച്ചുമൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.